ആരോഗ്യരംഗം ലോക നിലവാരത്തിലുള്ളതാണെങ്കിലും ഒരു ആധുനിക സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സാ ഗവേഷണ കേന്ദ്രമായ എയിംസ് ഇന്നും ഒരു കിട്ടാക്കനിയായി അവശേഷിക്കുന്നു. കേന്ദ്ര ബജറ്റുകളിൽ തുടർച്ചയായി കേരളം അവഗണിക്കപ്പെടുമ്പോൾ ഇത്തവണ പാർലമെന്റിൽ ഉയർന്നു വന്ന പ്രതിഷേധം വ്യത്യസ്തമായിരുന്നു. കേരളത്തിൽ നിന്നും BJP ടിക്കറ്റിൽ ജയിച്ച് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയിൽ കേരളം വലിയ പ്രതീക്ഷകൾ വെച്ചു പുലർത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അതിനുശേഷവും കേരളത്തിന് എയിംസ് ലഭിക്കുമെന്ന കാര്യത്തിൽ അദ്ദേഹം ഉറച്ച വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. തൃശൂർ, ആലപ്പുഴ അല്ലെങ്കിൽ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ എയിംസ് വരുമെന്നും സംസ്ഥാന സർക്കാർ ഭൂമി വിട്ടു നൽകാൻ തയ്യാറായില്ലെങ്കിൽ അത് തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്ക് കൊണ്ടുപോകുമെന്നും അദ്ദേഹം മുൻപ് പ്രസ്താവിച്ചിരുന്നു. എന്നാൽ കേന്ദ്ര ബജറ്റ് പുറത്തു വന്നപ്പോൾ കേരളത്തിന്റെ പേര് എവിടെയും ഉണ്ടായിരുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് ജോൺ ബ്രിട്ടാസ് MP പാർലമെന്റിൽ ആഞ്ഞടിച്ചത്. എന്റെ സുഹൃത്തായ സുരേഷ് ഗോപിയെ സർക്കാർ നിരന്തരം അവഗണിക്കുകയാണ് എന്ന ബ്രിട്ടാസിന്റെ വാക്കുകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചലനവും ഉണ്ടാക്കി. 24 മണിക്കൂറിനുള്ളിൽ എയിംസ് വരുമെന്ന് പറഞ്ഞിട്ട് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നുവെന്നും സ്വന്തം മന്ത്രിയെ കേന്ദ്ര സർക്കാർ തന്നെ അപമാനിക്കുകയാണെന്നും അദ്ദേഹം വാദിച്ചു. ആരോഗ്യ സൂചികയിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനത്താണ് കേരളം. എന്നിട്ടും എന്തുകൊണ്ട് കേരളത്തിന് എയിംസ് നൽകുന്നില്ല എന്ന ചോദ്യത്തിന് കേന്ദ്രത്തിന് വ്യക്തമായ മറുപടിയില്ല. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങൾക്കെല്ലാം എയിംസ് അനുവദിച്ചപ്പോഴും കേരളത്തെ തഴയുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. കോഴിക്കോട് കിനാലൂരിൽ എയിംസിനായി സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് തയ്യാറാക്കി വെച്ചിട്ടും കേന്ദ്ര അനുമതി വൈകുന്നത് രാഷ്ട്രീയ വിവേചനമാണെന്ന് ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാട്ടി.